പുസ്തകങ്ങളെയും എഴുത്തിനെയും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ അടുത്തിടെ വായിച്ച ബുക്കുകളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് സ്വർണ്ണനാരുകളുടെ ബന്ധനം. നിർമ്മല സുദർശനൻ എഴുതിയ ഈ ഒരു ബുക്ക് ആമസോണിൽ ലഭ്യമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും തകഴിയുടെയും ഒക്കെ കഥകൾ വായിക്കുമ്പോൾ കിട്ടുന്ന അതേ ഫീലിംഗ് ഈ കഥ വായിച്ചപ്പോഴും എനിക്ക് കിട്ടി. കാരണം ഇത് ആലപ്പുഴയിലെ പഴയ കാലത്തെ കയറ് വിരിക്കുന്ന ആളുകളുടെ ജീവിത അനുഭവങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ബുക്കാണ്. നമ്മളിൽ പലർക്കും കയറ് വിരിക്കുന്നത് എന്താണെന്നോ എങ്ങനെയാണ് ആ പ്രോസസ്സെന്നോ നമുക്ക് അറിയില്ലായിരിക്കും. പക്ഷേ ഇത് എഴുതിയ എഴുത്തുകാരി നമ്മളെ അതിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ മുമ്പിൽ ആ ഒരു വിഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു സിനിമയിൽ നമ്മൾ സീൻ കാണുന്നത് പോലെ തന്നെ, അതായത് കയറ് വിരിക്കുന്നതും അവിടുത്തെ ജോലിക്കാരികൾ, അതായത് ഈ കഥയിലെ കഥാപാത്രങ്ങൾ, അവരുടെ വേഷവിധാനങ്ങൾ, അവരുടെ സംസാരങ്ങൾ എല്ലാം നമ്മുടേതായി മാറും. നമ്മൾ അവരിൽ ഒരാളായിട്ട് ജീവിക്കുന്നതായിട്ട് തോന്നും. അതാണ് ഒരു എഴുത്തിനെ സംബന്ധിച്ച് വിജയം എന്ന് പറയുന്നത് തന്നെ. ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമയുടെ കഥയും അതിൻ്റെ ദൃശ്യങ്ങളും ഒരു ദിവസത്തെ കൂടുതൽ നമ്മുടെ മനസ്സിൽ ഒരു ഓർഡറിൽ നിൽക്കാറില്ല. അല്ലെങ്കിൽ പലതവണ ആ സിനിമ കണ്ടാൽ മാത്രമേ എല്ലാം നമുക്ക് ആ ഒരു ഓർഡറിൽ കിട്ടുകയുള്ളൂ. പക്ഷേ കഥ അല്ലെങ്കിൽ പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് അങ്ങനെയല്ല. പുസ്തകത്തിലെ കഥാപാത്രങ്ങളായി നമ്മൾ തന്നെ മാറുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാലും ആ കഥ നമ്മുടെ ഉള്ളിൽ ജീവിക്കും. ഉദാഹരണമാണ് പാത്തുമ്മയുടെ ആട്. അതിലെ പല കഥാപാത്രങ്ങളും ദൃശ്യങ്ങളും എല്ലാം നമുക്ക് കാണാപ്പാടാണല്ലോ. അതുപോലെ തന്നെ ഒരു അനുഭവം തരുന്ന ഒരു പുസ്തകമാണിത്. നാളികേരത്തിൻ്റെ പച്ചത്തൊണ്ടിൽ നിന്നും നെയ്തെടുക്കുന്ന സ്വർണ്ണ നാരുകളിൽ സ്വയം ബന്ധിതരാകുന്ന നിസ്സഹായരായ മനുഷ്യരെക്കുറിച്ചിട്ടാണ് ഈ ഒരു പുസ്തകം പറയുന്നത്. ലളിതവും അപൂർവ സുന്ദരവുമായ രചനാരീതിയാണ് ഇതിലുള്ളത്. എക്സ്പ്രസ് ബുക്സാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ആമസോണിലും ബുക്ക് സ്റ്റോറിലും ഒക്കെ തന്നെ ലഭ്യമാണ്. 180 രൂപ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ. അരനൂറ്റാണ്ട് മുൻപുള്ള ആലപ്പുഴയിലെ ഒരു ഗ്രാമത്തിൻ്റെ കഥയാണ് സ്വർണ്ണനാരുകളുടെ ബന്ധനം എന്ന ഈ നോവൽ. ചകിരിനാരിൽ ഉപജീവനം തേടിയ നിരാലംബരായ ഒരു ജനതയുടെ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ ജീവിതം നമുക്കിതിൽ വായിക്കാം. ആ കാലഘട്ടത്തിൽ പല കുടുംബങ്ങളും അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യങ്ങളും ചെറിയ ചെറിയ സന്തോഷങ്ങളും എല്ലാം മനോഹരമായിട്ടാണ് ഈ ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഏത് പ്രായക്കാർക്കും വായിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണിത്. ഉറപ്പായും നിങ്ങളൊരു പുസ്തക പ്രേമി അല്ലെങ്കിൽ കൂടിയും വായനശീലമാക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ബുക്ക് വായിച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇതിലൊരു പ്രധാന ഹൈലൈറ്റായിട്ട് ഞാൻ കാണുന്നത് ആലപ്പുഴയുടെ കഥയാണ്. ആലപ്പുഴയിലെ കയറ് പിരിക്കുന്നവരുടെ കഥയാണ്. പക്ഷേ ആലപ്പുഴയുടെ തന്നെ ശാപം എന്ന് പറയുന്ന മന്തുരോഗത്തെക്കുറിച്ചും ഈ പുസ്തകത്തിൽ പല ഭാഗത്തും പ്രതിപാദിക്കുന്നുണ്ട്. ആലപ്പുഴയിലെ മന്തുരോഗം എന്ന് കേട്ടിട്ടേ ഉള്ളുവെങ്കിലും ആ മന്തുരോഗം ഓരോ പാവങ്ങളെയും എത്രത്തോളം വലച്ചിട്ടുണ്ടെന്ന് ഈ ഒരു പുസ്തകത്തിൽ വ്യക്തമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. മന്തുരോഗം ബാധിച്ച് നീര് വന്ന് വീർത്ത കാലുമായി നടക്കുന്ന ഒരാളെങ്കിലും ഇല്ലാത്ത വീടുകൾ ചുരുക്കമായിരുന്നു. ഇടയ്ക്കിടെ ഈ ആളുകളിൽ വരുന്ന നീരിളക്കവും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങളുമെല്ലാം ഈ ഒരു പുസ്തകത്തിൽ നന്നായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അതായത് ആ അസുഖത്തിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് കഥാകാരി അത് ചിത്രീകരിച്ചിട്ടുള്ളത്. മറ്റൊന്ന് അക്കാലത്തെ ദാരിദ്ര്യത്തെക്കുറിച്ചിട്ടാണ്. ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ പണ്ടും ഇന്നും ഒരുപോലൊക്കെ തന്നെ പല കുടുംബങ്ങളിലെയും ദാരിദ്ര്യം നമ്മൾ പുറത്തറിയാറില്ല, അന്നും ഇന്നും. അതേ കാര്യമാണ് ഇതിലും പ്രതിപാദിച്ചിട്ടുള്ളത്. പല ദിവസങ്ങളിലും ഈ കഥാപാത്രങ്ങൾ പട്ടിണി കിടക്കുകയാണ്. രാവിലെ ഒരു ചായ, അതും പാലൊഴിക്കാത്ത ചായ, വൈകുന്നേരവും പാലൊഴിക്കാത്ത ചായ, അതിലാണ് അവർ ആ ദിവസം കഴിഞ്ഞു പോകുന്നത്. കുറച്ച് ദിവസം പട്ടിണിയാവുമ്പോഴത്തേക്കും ഏതെങ്കിലും വീട്ടിൽ നിന്നും കടം വാങ്ങിയ അരിയുമായി വരുമ്പോൾ കറി വയ്ക്കാനായിട്ട് ഒന്നും ഉണ്ടാവില്ല. മുളകോ ഉപ്പോ ഒന്നുമില്ലായിരിക്കും. ആ സമയത്ത് ഒരു തേങ്ങ മാത്രം എടുത്ത് കടം വാങ്ങിയ മുളകുപൊടിയുമായി ചമ്മന്തി അരച്ച് ആഹാരം കഴിക്കുന്നതൊക്കെ പറയുമ്പോൾ നമ്മളും ആ ദാരിദ്ര്യകാലത്ത് ജീവിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതൊരു കഥയല്ലെന്നും പലരുടെയും ജീവിത അനുഭവങ്ങളാണെന്നും നമുക്കപ്പോൾ മനസ്സിലാകും. കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുന്ന സ്വർണ്ണവർണ്ണമുള്ള ചകിരിനാരുകൾ. ചകിരിയെ വെറും ചകിരിയായിട്ട് മാത്രം കണ്ടിട്ടുള്ളവരായിരിക്കും നമ്മളിൽ പലരും. അതിനെ സ്വർണ്ണവർണ്ണമുള്ള ചകിരിനാരുകൾ എന്നൊക്കെ പറഞ്ഞ് സാഹിത്യ ഭാഷയിൽ പറയുമ്പോൾ ചകിരിയോട് പോലും നമുക്ക് ഇഷ്ടം തോന്നും. ആകാശത്ത് ഉമ്മ വയ്ക്കുന്ന വർണ്ണമേഘങ്ങൾ കാണുമ്പോൾ അലിയിച്ചെടുത്ത ചകിരി കൂമ്പാരത്തിൻ്റെ ഓർമ്മകൾ ചകിരിയുടെ കൂമ്പാരത്തെ വർണ്ണമേഘങ്ങളുമായിട്ട് സാദൃശ്യപ്പെടുത്തുന്ന കഥാകാരിയുടെ ഭാവന ഒന്ന് വേറെ തന്നെയാണ്. സ്വർണ്ണ നൂലുകൾ തന്നെ ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ ജീവിതം കോർത്തിണക്കുന്ന പൊന്നു നൂലുകൾ.
ഒരു ചകിരിയെ എത്രത്തോളം ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പാവപ്പെട്ടവരുടെ ജീവിതം കോർത്തിണക്കുന്ന പൊന്നു നൂലുകൾ. ആ ഒരു വരിയിൽ തന്നെ എന്തെല്ലാം അർത്ഥങ്ങളാണ് കഥാകാരി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കഥയിൽ ഒരാളുടെ കഥ മാത്രമല്ല, ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ രീതിയിലുള്ള കഥകൾ പറയുന്നുണ്ട്. ബധിരയായ ഒരു പെൺകുട്ടിയെ അടുത്ത ബന്ധു പീഡിപ്പിക്കുകയും ആ പെൺകുട്ടി ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്യുമ്പോൾ ആരോടും പറയാനാവാതെ അത് നേരിടുന്ന സംഘർഷങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്നെ ഏറെ സ്വാധീനിച്ച മറ്റൊരു കഥാപാത്രമാണ് മണി എന്ന ക്യാരക്ടർ. ആ കഥാപാത്രം അത്യാവശ്യം സാമ്പത്തികമുള്ള വീട്ടിൽ ജനിച്ചതാണ്. 2 ദിവസത്തേക്ക് മാറി നിൽക്കുമ്പോൾ തന്നെ അവരുടെ സഹോദരങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരുടെ വിവാഹശേഷം അവർ ഭർത്താവിൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞ ശേഷം പിന്നീട് ആരും അവരെ തിരക്കാറില്ല. അവരൊരു അതിഥിയെപ്പോലെ വീട്ടിലേക്ക് കയറി ചെല്ലും. ആർക്കും അവരെ മിസ് ചെയ്യാറില്ലെന്ന് അവരതിൽ പറയുന്നു. പല പെൺകുട്ടികളുടെയും ലൈഫിൽ ഇപ്പോൾ അതാണ് നടക്കാറുള്ളതല്ലേ. സ്വന്തം വീട് സ്വർഗമാണെങ്കിലും കല്യാണം കഴിഞ്ഞു പോകുന്ന പല പെൺകുട്ടികളും അന്യരായിട്ടായിരിക്കും തിരിച്ചു കയറി ചെല്ലുന്നത്. അനശ്വര പ്രണയത്തിൻ്റെ പ്രതീകങ്ങളായ കനകനും സുലോചനയാണ് ഈ ഒരു കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന സ്ട്രഗിള്, അവസാനം സംഭവിക്കുന്ന ട്രാജഡി എല്ലാം തന്നെ നമ്മളെ ഇരുത്തി വായിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഏറ്റവും പ്രത്യേകത ആലപ്പുഴയുടെ അതേ ഭാഷാ ശൈലിയാണ് ഇതിലും ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊരാൾക്ക്, അതായത് മറ്റൊരു ജില്ലയിൽ നിന്നുള്ള ഒരാൾക്ക് വായിക്കുമ്പോൾ ഇങ്ങനെയും വാക്കുകൾ ഉണ്ടോ എന്ന് നമുക്ക് സംശയം വരും. ആ രീതിയിലുള്ള നാടൻ വാക്കുകൾ അല്ലെങ്കിൽ നാടൻ ശൈലിയാണ് ഇതിലും ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെമ്മീൻ സിനിമയൊക്കെ കാണുന്ന അതേ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു കഥ വായിക്കുമ്പോഴും നമുക്ക് കിട്ടും. ഉറപ്പായിട്ടും നിങ്ങളിത് വായിക്കണം. ആമസോൺ പോലെയുള്ള സൈറ്റുകളിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും, അതുപോലെ ബുക്ക് സ്റ്റോളിലും കിട്ടും. നല്ലൊരു അനുഭവമായിരിക്കും. നമുക്ക് വായിച്ചു എന്ന് പറയുന്ന കഥകളിൽ നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും ഈ ഒരു കഥയും.